സ്വാഗതം. നമ്മളിന്ന് ഖുറാനിലെ ചില വചനങ്ങളെ അടിസ്ഥാനമാക്കി ഒരു കാര്യം കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാൻ പോകുകയാണ്. അതായത്, ഈ ദൈവമാർഗത്തിൽ പരിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു ഓഡിയോ വിവരണം കിട്ടിയിട്ടുണ്ട് ഇതിനെപ്പറ്റി. പലപ്പോഴും ഇത് കേൾക്കുമ്പോൾ എന്താ പറയുക, ചില തെറ്റിദ്ധാരണകൾ വരാറുണ്ട്, അല്ലേ? തീർച്ചയായും അത് ശരിയാണ്. ഈ സ്രോതസ്സുകള് നമ്മൾ ഈ കേട്ട വിവരണം അത് കുറച്ചുകൂടി വ്യക്തത തരും. ദൈവമാർഗത്തിലെ പരിശ്രമം എന്ന് കേൾക്കുമ്പോൾ പലരും ഒരു പ്രത്യേക രീതിയിൽ മാത്രമാണ് ചിന്തിക്കുന്നത്. അതെ അതെ, ഖുറാനിൽ ഒരുപാട് തവണ പറയുന്നുണ്ട് ജിഹാദ് ഫീ സബീലില്ല, ദൈവമാർഗത്തിൽ പരിശ്രമിക്കാൻ. പക്ഷേ ഈ ഓഡിയോയിൽ കേട്ടൊരു പ്രധാന കാര്യം, ഇത് നമ്മൾ വിചാരിക്കും പോലെ വെറുമൊരു യുദ്ധം ചെയ്യലോ അല്ലെങ്കിൽ ഒരു സാധാരണ നല്ല കാര്യമോ അല്ല. മറിച്ച് ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ, ആ അറിവ് കൂട്ടാൻ നമ്മുടെ കയ്യിലുള്ളതെല്ലാം, അതായത് പണം, ആരോഗ്യം, ഊർജം, കഴിവ്, സമയം ഒക്കെ, അതായത് എല്ലാം കൊടുത്ത് ശ്രമിക്കുക. അതെ, അതൊരു ബൗദ്ധികവും സാമൂഹികവുമായ ഒരു ശ്രമമാണ്. കറക്റ്റ്. അതിന്റെ പ്രാധാന്യം അവിടെയാണ്. ഇത് ദൈവവുമായുള്ള നമ്മുടെ ഒരു ബന്ധമുണ്ടാക്കാനും അത് നിലനിർത്താനും സഹായിക്കും. പിന്നെ മറ്റുള്ളവരെ ഇതിലേക്ക് ക്ഷണിക്കാനും, ചുരുക്കി പറഞ്ഞാൽ ദൈവത്തെ അറിയാനും അറിയിക്കാനും വേണ്ടിയുള്ള ഒരു നിരന്തര ശ്രമം. ഇത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒന്നല്ല, ഒരു സമൂഹമായിട്ട് ഒരുമിച്ച് കെട്ടിപ്പടുക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ പരിശ്രമത്തിന്റെ ഒരു തീവ്രതയെപ്പറ്റി പറയുമ്പോൾ ആ ഓഡിയോയിലൊരു ആയത്ത് പ്രത്യേകം പറയുന്നുണ്ടല്ലോ, ദൈവത്തിനു വേണ്ടി സമരം ചെയ്യുക, അവനോടുള്ള സമരമുറ അവൻ അവകാശപ്പെട്ട രീതിയിൽ അനുഷ്ഠിക്കുക. അതെ, ഹക്ക് ജിഹാദിഹി. അവൻ അവകാശപ്പെട്ട രീതിയിൽ എന്ന വാക്ക്, അത് ശരിക്കും എന്താ എൻ്റെ അർത്ഥം? ദൈവം അനന്തനാണെങ്കിൽ നമ്മുടെ പരിശ്രമത്തിനും ഒരു അതിരില്ല എന്നാണോ? അതൊരു നല്ല ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മളോട് പറയുന്നത് എന്താന്ന് വെച്ചാൽ, എളുപ്പവഴി നോക്കരുത്. ദൈവത്തിൻ്റെ ഒരു മഹത്വം ഓർത്ത് നമ്മുടെ കഴിവിൻ്റെ മാക്സിമം പരമാവധി ശ്രമിക്കണം. അപ്പോൾ ഈ പരിധിയില്ല എന്ന് കേൾക്കുമ്പോൾ പേടിക്കണ്ട. നമ്മുടെ മനുഷ്യന്റെ കഴിവുകൾക്കൊരു പരിധിയുണ്ട്. പക്ഷേ ആ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാനുള്ള ഒരു പ്രചോദനമാണത്, ഒരു ലക്ഷ്യബോധം. ശരിയാണ്. പിന്നെ അതിൽ ശ്രദ്ധിച്ച വേറൊരു കാര്യം, അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നും നിങ്ങളുടെ മതത്തിലൊരു പ്രയാസവും അവൻ ഉണ്ടാക്കി വെച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ദൈവം തന്നെയാണ് മുസ്ലിങ്ങളെന്ന് പേരിട്ടതെന്നും അതിന്റെ ലക്ഷ്യം നിങ്ങൾ മനുഷ്യർക്ക് സാക്ഷികളായിരിക്കുക എന്നാണെന്നും. അതെ, അവിടെ ആ മനുഷ്യർക്ക് എന്ന് പറഞ്ഞത് ശ്രദ്ധിക്കണം. അതെ, വെറും മുസ്ലിങ്ങൾക്കിടയിലല്ല, അല്ല, എല്ലാ മനുഷ്യർക്കും. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ ആ പരിശ്രമം എന്ന ആശയത്തിന്റെ ഒരു സാമൂഹിക തലവുമായി കണക്റ്റ് ആവുന്നുണ്ട്. ശരിയാണ്. ഈ സാക്ഷി ആവുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വിശ്വാസം അത് വെറുതെ മനസ്സിൽ വെക്കാനുള്ളതല്ല. സമൂഹത്തിൽ അതിനൊരു റോളുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിൽ ഒരു പോസിറ്റീവ് സ്വാധീനം ചെലുത്തണം. അതായത് വെറും അനുയായിയായി ഒതുങ്ങാതെ സമൂഹത്തിൽ ഇടപെടുന്ന ഒരാളാവണം. കറക്റ്റ്. പക്ഷേ ഇത്രയും വലിയ കാര്യങ്ങൾ, അതായത് കഴിവിന്റെ പരമാവധി ശ്രമിക്കുക, പിന്നെ മനുഷ്യർക്ക് സാക്ഷിയാവുക, ഇതിനൊക്കെ ഒരു അടിസ്ഥാനം വേണം, തീർച്ചയായും വേണം. അതും ഈ വിവരണത്തിൽ പറയുന്നുണ്ട്. ഈ വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള ഒരു ശക്തി കിട്ടണ്ടേ? അതിനുള്ള ചില കാര്യങ്ങൾ: നമസ്കാരം കൃത്യമായി ചെയ്യുക, സക്കാത്ത് കൊടുക്കുക, പിന്നെ എല്ലാ കാര്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കുക. ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം കൂടും, ആ ഒരു ബലം കിട്ടും. അപ്പം മറ്റേ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ എളുപ്പമാകും. അപ്പോൾ ശരി, നമ്മളീ സംസാരിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു ചുരുക്കം എന്താണ്? ഈ സ്രോതസ്സുകൾ വെച്ച് നോക്കുമ്പോൾ ദൈവമാർഗത്തിലെ പരിശ്രമം എന്നത് ദൈവത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താനും അവനുമായുള്ള ബന്ധം അത് വ്യക്തിപരമായും സമൂഹത്തിലും വളർത്താനുമുള്ള ഒരു ആക്റ്റീവായ ശ്രമമാണ്. അതെ, സാമൂഹികമാണ്. പിന്നെ നമ്മുടെ കഴിവിന്റെ പരമാവധി ചെയ്യേണ്ട ഒന്നാണ്. ഇതിന്റെ എല്ലാം കേന്ദ്രമെന്ന് പറയുന്നത് മനുഷ്യർക്കിടയിൽ സാക്ഷിയായിരിക്കുക എന്ന ആ ഒരു ഉത്തരവാദിത്തമാണ്. തീർച്ചയായും. അപ്പോ ഒന്ന് ആലോചിക്കാനുള്ളൊരു കാര്യം കൂടി പറയാം. പറയൂ. ദൈവത്തിന് അവകാശപ്പെട്ട രീതിയിൽ പരിശ്രമിക്കണം, പിന്നെ വെറും സ്വന്തക്കാർക്കിടയിലല്ല മനുഷ്യർക്കിടയിൽ സാക്ഷിയാകണം എന്നൊക്കെ ഇത്ര ശക്തമായി പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നൊരു രീതിയുണ്ടല്ലോ, മതം കുറച്ചുകൂടി വ്യക്തിപരവും അനുഷ്ഠാനപരവുമായി മാത്രം ഒതുങ്ങിപ്പോകുന്നത്. അതിനെ ഈ ആശയം ശരിക്കും ചോദ്യം ചെയ്യുന്നില്ലേ? നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിൽ ഈ സാക്ഷ്യം വഹിക്കൽ എങ്ങനെ കൊണ്ടുവരാമെന്ന് അത് നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും.